Hello everyone, this is Fatimatul Jauhara, your faculty for ACCA Financial Management paper. So Financial Management അല്ലെങ്കിൽ FM എന്ന് പറയുന്നത് ACCAയുടെ സ്കിൽ ലെവലിൽ വരുന്ന വൺ ഓഫ് ദി പേപ്പർ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ പേപ്പറിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിൻ ചെയ്യുക, ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട് സിലബസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ എന്താ പഠിക്കുന്നത്? ഫൈനാൻസ് എങ്ങനെ മാനേജ് ചെയ്യുക, ഒരു കമ്പനിയുടെ ഫൈനാൻസ് ആരാ മാനേജ് ചെയ്യുക? ആ കമ്പനിയുടെ ഫൈനാൻസ് മാനേജേഴ്സ് അല്ലേ. സോ നമ്മൾ ഈ പേപ്പർ പഠിക്കുന്നത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നിന്നാണ്? ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ മാനേജേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തും എക്സാം എഴുതുന്ന സമയത്തും ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ആരുടെ രീതിയിലാണ് ചിന്തിക്കേണ്ടത്? ഒരു കമ്പനിയുടെ ഫൈനാൻസ് മാനേജേഴ്സ് ആയിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. ആ രീതിയിൽ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. സോ നമുക്ക് ഡെഫിനിഷൻ നോക്കാം, എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫൈനാൻസ് മാനേജേഴ്സ് എന്തൊക്കെ ചെയ്യാം അത് നമുക്ക് നോക്കാം. സോ ഇവിടെ ഡെഫിനിഷൻ എന്താ കൊടുത്തിട്ടുള്ളത്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് ആക്ടിവിറ്റീസ്, കുറച്ച് ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യലാണ്. എന്താണ് ആ ആക്ടിവിറ്റീസ്? അക്വയറിംഗ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫൈനാൻഷ്യൽ റിസോഴ്സസ്. ഫൈനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തുന്ന റിസോഴ്സസ്. അപ്പൊ കമ്പനിക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നത് എവിടെ നിന്നൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളാണ് ഫൈനാൻസ് മാനേജേഴ്സ്. സോ അവരതെങ്ങനെ ചെയ്യുന്നു? അവരതിന് കുറേ ടൂൾസും ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അവരെങ്ങനെ ചിന്തിക്കും, ഏത് രീതിയിലാണ് അവർ ഡിസിഷൻസ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ പേപ്പറിൽ നോക്കുന്നത്. അതായത് ആ കമ്പനിക്ക് ഷോർട്ട് ടേമിലോട്ടും ലോങ് ടേമിലോട്ടും, കമ്പനിക്ക് ഷോർട്ട് ടേമിലോട്ടും ഫണ്ട് വേണ്ടി വരും, ലോങ് ടേമിലോട്ടും ഫണ്ട് വേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സോ അത് തീരുമാനിക്കുന്നതാണ് ഫൈനാൻസ് മാനേജേഴ്സ്. അവരുടെ ആ ആക്ടിവിറ്റി ആണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിക്കുന്നത്. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നമുക്ക് 3 ഡിസിഷൻസ് ആണ് എടുക്കാനുള്ളത്. 3 കീ ഡിസിഷൻസ്. സോ നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജേഴ്സ് എത്ര ഡിസിഷൻസ് എടുക്കണം? 3 കീ ഡിസിഷൻസ് എടുക്കണം. ആ ഡിസിഷൻസ് അവർ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് നമ്മൾ ഈ പേപ്പറിൽ നോക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് ഡിസിഷൻ? ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ്. ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്കറിയാം ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഒരു കമ്പനിക്ക്. അപ്പൊ എല്ലാത്തിലും കൂടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് കമ്പനിയുടെ കയ്യിൽ ഉണ്ടാവും? ഇല്ല. സോ നമുക്ക് മാക്സിമം റിട്ടേൺ ഒക്കെ കിട്ടുന്ന പ്രൊജക്ട് കണ്ടുപിടിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാം. സോ ആ ഒരു ഡിസിഷനിലോട്ട് നമ്മുടെ ഫൈനാൻസ് മാനേജേഴ്സ് എങ്ങനെ എത്തും? അതാണ് നമ്മുടെ ഫസ്റ്റ് കീ ഡിസിഷൻ. ദെൻ സെക്കൻഡ് വൺ, ഫൈനാൻസിങ് ഡിസിഷൻസ്. ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏത് പ്രൊജക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ട് വേണ്ടേ? ആ ഫണ്ട് കമ്പനി എങ്ങനെ റേസ് ചെയ്യും? ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വിറ്റി ആയിട്ടും റേസ് ചെയ്യുക, അല്ലെങ്കിൽ ഡെറ്റ് ആയിട്ടും റേസ് ചെയ്യുക. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ആൾക്കാർ വന്ന് ഷെയർ പർച്ചേസ് ചെയ്യും, അവരെന്താവും? കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആവും. ആ ഫണ്ടിനെയാണ് നമ്മൾ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയാം. ഇനി ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഷെയർസ് ഒന്നും ഇഷ്യൂ ചെയ്യൂല, നമ്മൾ കടം എടുക്കും. സോ ആ നമുക്ക് കടം തരുന്ന ആൾക്കാർ എന്തായി? ഡെപ്റ്റ് ഹോൾഡേഴ്സ് ആയി. സോ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചിട്ട് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിന്റെ റിട്ടേൺ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പൈസ നമ്മൾ പിന്നെ തിരിച്ചടക്കും. സോ അതാണ് 2 ഫോംസ് ഓഫ് ഫണ്ട്. ഇക്വിറ്റി ഉണ്ട്, ഡെപ്റ്റും ഉണ്ട്. സോ ഇതിൽ ഏത് ഫണ്ട് തീരുമാനിക്കും, അതായത് ഏത് ഫണ്ട് എടുക്കണം എന്നുള്ളതൊക്കെ ആര് തീരുമാനിക്കേണ്ടതാണ്? ഫൈനാൻസ് മാനേജേഴ്സ് തീരുമാനിക്കേണ്ടതാണ്. സോ അവർ ആ ഡിസിഷനിലോട്ട് എങ്ങനെ എത്തും? അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ആ ഡിസിഷൻ പാളിപ്പോയാൽ നമ്മുടെ കമ്പനിയുടെ ചിലപ്പോൾ എൻറ്റയർ സ്റ്റെബിലിറ്റിനെ അത് ബാധിക്കും. നമ്മളിപ്പോൾ കുറേ ഡെറ്റ് എടുത്തു, കമ്പനിക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒത്തിരി ഷെയർ ഇഷ്യൂ ചെയ്തു, അപ്പൊ എന്തായി? നമ്മുടെ കമ്പനിക്ക് കുറേ ഷെയർ ഹോൾഡേഴ്സ് ആയി. അപ്പൊ അതൊക്കെ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? സോ അതിൻ്റെയൊക്കെ ഒരു ഒപ്റ്റിമം ബാലൻസിൽ വേണം നമ്മൾ പോവാൻ. അതിലോട്ട് നമ്മൾ എങ്ങനെ എത്തും? ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം ഫണ്ട് സ്ട്രക്ചറിലോട്ടൊക്കെ എങ്ങനെ എത്തും? അതും ഒരു ഡിസിഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം നമ്മുടെ കമ്പനി ഇപ്പോൾ കുറേ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ കയ്യിൽ കുറേ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായിട്ട് ഒത്തിരി ഫണ്ട്സ് ഉണ്ടാവും. ഈ ഫണ്ട്സ് കമ്പനി വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. ഈ ഫണ്ട്സ് എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സ് ആണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫണ്ട് തന്നത്. സോ അവര് എന്തിനാണ് വെറുതെ ഫണ്ട് തരുമോ? റിട്ടേൺ വേണ്ടിയിട്ട്, റിട്ടേൺസ് ആഗ്രഹിച്ചിട്ടാവൂലേ അവർ ഫണ്ട് തന്നിട്ടുണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് അതിന്റെ റിട്ടേൺസ് കൊടുക്കേണ്ടി വരും. ആ റിട്ടേണിനാണ് നമ്മൾ എന്ത് പറയാ? ഡിവിഡൻഡ്. സോ നമ്മുടെ കയ്യിലുള്ള എല്ലാ സർപ്ലസ് ഫണ്ടും കൂടെ ഡിവിഡൻഡ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്ത് എന്ത് സംഭവിക്കും? നമുക്ക് വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ കമ്പനിയുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ല. സോ അപ്പൊ എന്താണ്? നമ്മളത് കറക്റ്റ് ആയിട്ട് തീരുമാനിക്കണം. എത്ര ഡിവിഡൻഡ് കൊടുക്കണം, എത്ര കമ്പനിയുടെ അടുത്ത് തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി പിന്നെ ഫ്യൂച്ചറിൽ റീഇൻവെസ്റ്റ് ചെയ്യണം. സോ അതെന്താണ്? ഒരു മേജർ കീ ഡിസിഷൻ ആണ്. സോ തേർഡ് ഡിസിഷൻ വരുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസി. സോ ഈ 3 കാര്യങ്ങളും എങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ വരുന്നത്? ഹൗ മച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ദി ഓർഗനൈസേഷൻ ഹാവ്.
ഇതും എന്താണ് ഫൈനാൻസ് മാനേജേഴ്സ് തീരുമാനിക്കേണ്ടത് തന്നെയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമാണ് എന്താണ് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണം. വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിലോട്ടുള്ള ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാം വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ഇക്വിറ്റി ഡെപ്റ്റ് ഒക്കെ റേസ് ചെയ്ത് നമുക്ക് ലോങ് ടേമിലോട്ടുള്ള ഫണ്ടാണ്. പക്ഷെ നമ്മുടെ ഷോർട്ട് ടേമിലോട്ടുള്ള ആവശ്യങ്ങൾക്കും ഫണ്ട് വേണ്ടേ. അവിടെ സ്റ്റക്ക് വന്നാൽ നമ്മുടെ കയ്യിൽ പ്രോപ്പർ ക്യാഷ് ഫ്ലോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താവും കുറെ കാര്യങ്ങൾ സ്റ്റക്ക് ആവും. അപ്പൊ അങ്ങനെ പറ്റൂല. സോ ഷോർട്ട് ടേമിലോട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യണം കണ്ടെത്തണം. അതിന്റെ സോഴ്സ് എന്താ, അതെങ്ങനെ മാനേജ് ചെയ്യും, അതും എന്തിന്റെ കീഴിൽ വരുന്നതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ദെൻ ഹൗ ഷുഡ് റിസ്ക് ബി മാനേജ്ഡ്. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കമ്പനിയുടെ റിസ്ക് അപ്പറ്റേറ്റ് നോക്കണം. അതായത് നമ്മുടെ കമ്പനി നല്ല റിസ്ക് എടുക്കുന്ന കമ്പനിയാണോ, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ റിസ്ക് എടുക്കാനാണോ താല്പര്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ റിസ്കി ആയിട്ടുള്ള പ്രൊജക്റ്റിലാവും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അതിന് റിട്ടേൺസ് കൂടുതലുണ്ടാവും, പക്ഷെ എന്താ റിസ്കിയാണ്. ഇനി അതല്ല നമ്മൾ തീരെ റിസ്ക് എടുക്കാത്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ് ആവും എടുക്കുക. അതിനനുസരിച്ചിട്ടുള്ള ഫിനാൻസിങ് ഡിസിഷൻ ആവും എടുക്കുക. ഡിവിഡൻഡും നമ്മൾ അതിനനുസരിച്ചിട്ടാവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് കുറച്ചും കൂടെ സേഫർ സൈഡ് പിടിക്കും. അപ്പൊ ഇതൊക്കെ കമ്പനിയുടെ റിസ്ക് അപ്പറ്റേറ്റ് അനുസരിച്ചിട്ട് നിൽക്കും. ഈ റിസ്ക് ആരാ മാനേജ് ചെയ്യുക, നമ്മൾ ഫൈനാൻസ് മാനേജേഴ്സ്. അതായത് അതും എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. സോ ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ പേപ്പറിൽ ചുരുക്കി പറഞ്ഞാൽ നോക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ തന്നെ നോക്ക്, ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഇന്റർ റിലേറ്റഡ് ആണ്. അല്ലാതെ എല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതല്ല, എല്ലാ തമ്മിലും എന്തുണ്ട് കണക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്ക്, നമ്മൾ ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്താൽ എന്താ ഉണ്ടാവുക, നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ഫണ്ടൊക്കെ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. അപ്പൊ എന്താ ഉണ്ടാവുക, ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് കൂടുതൽ എക്സ്റ്റേണൽ ഫിനാൻസ് റേസ് ചെയ്യേണ്ടി വരും. ഡിവിഡൻഡ് നമ്മൾ എവിടുന്നാ കൊടുക്കുക, ഇന്റേണൽ ഫിനാൻസ് എന്നാ കൊടുക്കുക. അതായത് നമ്മുടെ കയ്യിൽ കമ്പനിയുടെ കയ്യിലുള്ള ഫണ്ട് എന്നാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുക. സോ കമ്പനിയുടെ കയ്യിലുള്ള ഫണ്ട് മൊത്തം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ കമ്പനിയുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ല. അതായത് ഇന്റേണൽ ഫണ്ടൊക്കെ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ എക്സ്റ്റേണലി ഫിനാൻസ് റേസ് ചെയ്യണം. എക്സ്റ്റേണൽ ഫണ്ട്സ് ആണ് ഇക്വിറ്റിയും ഡെപ്റ്റും ഒക്കെ. അപ്പൊ അതെന്തായി ഫിനാൻസിങ് ഡിസിഷൻ ആയില്ലേ. സോ നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷൻ എന്തിനെ ബാധിച്ചു, ഫിനാൻസിങ് ഡിസിഷനെ ബാധിച്ചു. ഓക്കെ, സോ എന്താണ് എല്ലാം ഇന്റർ റിലേറ്റഡ് ആ. ഈ ഫിനാൻസിങ് ഡിസിഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഓരോ പ്രൊജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആയില്ലേ. സോ എന്താണ് എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു വല്ല അസറ്റിലോ കാര്യങ്ങളിലോ ഒക്കെ. അപ്പൊ അതെന്തായി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അപ്പൊ എന്തായി, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ട് വേണം. ഫണ്ട് എവിടുന്ന് എടുക്കണം, അതെന്ത് ഡിസിഷനാ, ഫൈനാൻസിങ് ഡിസിഷനായി. ഇനി അങ്ങനെ ഫണ്ട് എടുക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു ഓപ്ഷൻ ആണ് എന്ത്, ഇന്റേണൽ ഫിനാൻസ്. നമ്മുടെ കയ്യിലുള്ള ഫിനാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അസറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവഴിക്കാൻ പറ്റും. അപ്പൊ നമുക്കത് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റൂല. ആ ഫണ്ട് എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് വേണ്ടി യൂസ് ചെയ്താൽ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റൂല. ഡിവിഡൻഡ് അത്രയും റെഡ്യൂസ് ആവും. അപ്പൊ അത് ഡിവിഡൻഡ് ഡിസിഷൻ ആയില്ലേ. സോ എന്താണ് എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബാലൻസ് കണ്ടുപിടിക്കണം. ഇതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ആ ബാലൻസിൽ മാക്സിമം ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ കൊടുക്കുന്ന പോലെ നമ്മൾ എല്ലാ ഡിസിഷൻസും എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പേപ്പറിലോട്ട് വരാം. നമ്മുടെ സിലബസ്, നമ്മൾ അക്കാഡമിക് വൈസ് നമ്മുടെ സിലബസ് എന്തൊക്കെയാ വരുന്നത്. നേരത്തെ നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാം നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഉണ്ട്, ഫൈനാൻസിങ് ഡിസിഷൻ. അതായത് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ, എത്ര ഇക്വിറ്റി വേണം, എത്ര ഡെപ്റ്റ് വേണം, അതിന്റെ കറക്റ്റ് ഒരു ഒപ്റ്റിമൽ സ്ട്രക്ചറിലോട്ട് നമ്മൾ എങ്ങനെ എത്തും. അതേപോലെ ഡിവിഡൻഡ് പോളിസി നമുക്ക് പഠിക്കാനുണ്ട്. ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് എത്ര റിട്ടേൺ കൊടുക്കണം, എത്ര ഫണ്ട് നമ്മൾ റീറ്റെയിൻ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിവിഡൻഡ് പോളിസി. അത് നമ്മുടെ സിലബസിന്റെ പാർട്ടാണ്. ദെൻ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ റിസ്ക് കുറച്ചിട്ട് നമുക്ക് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. റിസ്ക് കൂടുമ്പോൾ നമ്മുടെ റിട്ടേൺസ് എത്ര കൂടും, കമ്പനി എത്ര റിസ്ക് എടുക്കും, നമുക്ക് നമ്മുടെ കമ്പനിയുടെ റിസ്ക് വെച്ചിട്ട് നമുക്ക് ഏത് പ്രൊജക്റ്റ് ചൂസ് ചെയ്യാം. അതാണ് റിസ്ക് മാനേജ്മെന്റ്. അത് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഫണ്ട് റൈസിംഗ് ആണ്. ഷോർട്ട് ടേമിലോട്ടുള്ള അസറ്റും ലയബിലിറ്റീസിനാണ് നമ്മൾ എന്ത് പറയാ, നമ്മുടെ കറന്റ് അസറ്റ്സും കറന്റ് ലയബിലിറ്റീസും. ഇതെങ്ങനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫുള്ള് ലോങ് ടേമിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ഷോർട്ട് ടേം തീരെ നോക്കാണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും, അത് കമ്പനീനെ ബാധിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, ലോങ് ടേം പോലെ തന്നെ ഷോർട്ട് ടേമും മാനേജ് ചെയ്യണം. ദെൻ ബിസിനസ് വാല്യുവേഷൻസ്, എങ്ങനെയാണ് നല്ല മെത്തഡോളജീസ് വെച്ചിട്ട് നമ്മുടെ ബിസിനസ്സിനെ വാല്യൂ ചെയ്യാം. എന്ന് പറയുമ്പോൾ നിങ്ങൾ സിംപ്ലി നമ്മുടെ അസറ്റിന്ന് ലയബിലിറ്റീസ് മൈനസ് ചെയ്തതാണ് നമ്മുടെ ബിസിനസിന്റെ വാല്യൂ എന്ന് പറയാൻ പറ്റൂല. നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മൾ പ്രോപ്പർ മെത്തഡോളജീസ് വെച്ചിട്ട് തന്നെ നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിനെ, നമ്മളൊരു ബിസിനസ്സിനെ അക്വയർ ചെയ്യാൻ പോവാന്ന് വിചാരിക്കുക. അപ്പൊ ആ കമ്പനീനെ നമ്മൾ വാല്യൂ ചെയ്യേണ്ടി വരും.
അപ്പം അതിനനുസരിച്ചിട്ടല്ലേ നമുക്ക് പ്രൈസ് കോട്ട് ചെയ്യാനൊക്കെ പറ്റുക. അപ്പം അങ്ങനെ പ്രോപ്പറായിട്ട് എങ്ങനെ ബിസിനസ് വാല്യൂഷൻസ് നടത്തും, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ വരുന്ന, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് FM-ൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി എക്സാമിലോട്ട് വരുമ്പോൾ നമുക്ക് 100 മാർക്സിനാണ് എക്സാം. 3 hours ആണ് ടൈം ഉള്ളത്. സോ 3 hours-നുള്ളിൽ നമ്മൾ 100 മാർക്സിന് അറ്റൻഡ് ചെയ്യണം. 3 സെക്ഷൻസിലായിട്ടാണ് നമുക്ക് എക്സാം ഉള്ളത്. സെക്ഷൻ A, B ആൻഡ് C. ഇതിൽ എയും ബിയും എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ എയിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും എത്രയാണ്? 2 മാർക്സ് വെച്ചിട്ടാണ്. സോ സെക്ഷൻ എയിൽ എത്ര മാർക്കാണ്? ടോട്ടൽ 30 മാർക്സ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും എളുപ്പമാവില്ല. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ആവും. അതായത് നമുക്ക് അതിന് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും കൺസെപ്ച്വൽ നോളജ് ഉള്ള ആൾക്ക് മാത്രമേ ആ 4 ഓപ്ഷൻസിന് കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് നമ്മുടെ കൺസെപ്റ്റിൽ നല്ലൊരു ഗ്രിപ്പ് വേണം. ആ കൺസെപ്റ്റ് ആ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്തത് എങ്ങനെ, ഏത് രീതിയിൽ ചിന്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. സോ അതിനെന്ത് വേണം? നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ ആദ്യം സിലബസ് തറവായിട്ട് പഠിക്കും, കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കും, അത് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ നമുക്ക് സെക്ഷൻ എയിൽ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സെക്ഷൻ A 30 മാർക്സ്, സെക്ഷൻ ബിയിലും സെയിം 30 മാർക്സ് തന്നെ. പക്ഷേ ക്വസ്റ്റിന്റെ ഫോർമാറ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ 15 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഉണ്ടാവുക. സെക്ഷൻ ബിയിൽ പക്ഷെ അങ്ങനെയല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല ഉണ്ടാവുക. ഒരു സിനാരിയോ നിങ്ങൾക്ക് തരും, ആ സിനാരിയോ എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ 3 കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ കേസ് സിനാരിയോസ് ഉണ്ടാവും. ഓരോ സിനാരിയോന്നും 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻസിന്റെ കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും, കാരണം ഈ സിനാരിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആവും. സോ ഓരോ സിനാരിയോന്നും 5 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് ഈച്ച്. അപ്പൊ എങ്ങനെയായി? ഒരു സിനാരിയോന്ന് 10 മാർക്സ് ആയി. അങ്ങനെ 3 സിനാരിയോസും കൂടെ എത്ര മാർക്കായി? നമുക്ക് ടോട്ടൽ 30 മാർക്സ്. സോ സെക്ഷൻ A, B കമ്പൈൻഡ് നമുക്ക് എത്ര മാർക്കായി? 60 മാർക്ക്. ബാക്കി വരുന്ന 40 മാർക്സ് ആണ് നമ്മുടെ സെക്ഷൻ C. അത് ഒരു കൺസ്ട്രക്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കസീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം, എന്നാലും ഡിസ്ക്രിപ്റ്റീവ് ആവും അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ആവും. സോ അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്സ് ഈച്ച് വെച്ചിട്ട്. സോ അങ്ങനെ ടോട്ടൽ 100 മാർക്സിന് എത്രയാണ്? 3 hours ആണ് നമ്മുടെ എക്സാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ബേസ് ആയിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ്, ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അതായത് എന്താണ് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്? നമ്മൾ പറഞ്ഞു നമ്മുടെ ഫൈനാൻസ് മാനേജർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഡിസിഷൻസും എടുക്കാന്ന്. ആ ഡിസിഷൻ എന്ത് ബേസിലാണ് എടുക്കുക? എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് വേണ്ടേ? നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് വേണ്ടേ? ആ ഒബ്ജക്റ്റീവിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടത്. സോ ആ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡർ വെൽത്ത്. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നവരാണ് ഷെയർ ഹോൾഡേഴ്സ്. അവരാരാണ് ശരിക്ക്? അവരാണ് നമ്മുടെ കമ്പനിയുടെ ഓണേഴ്സ്. സോ അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്. സോ നമ്മൾ ഇത്രയും ഡിസിഷൻസ് എടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമം ഇൻക്രീസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്ക്. ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയൊക്കെയാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുക? അവർ നമ്മുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് റിട്ടേൺ ആയിട്ട് എന്തൊക്കെ കിട്ടും? ഡിവിഡൻഡ് കിട്ടൂലേ? അത് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഒരു റിട്ടേൺ അല്ലേ? അതായത് അവർ നമ്മുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് നമ്മൾ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കും. സോ അപ്പോൾ അത് അവരുടെ വെൽത്ത് ഇൻക്രീസ് ആവൂലേ? കാരണം അവർക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടുക. പിന്നെ എന്താണ് അവർക്ക് കിട്ടുന്ന റിട്ടേൺസ്? അതായത് ഇപ്പൊ അവർ നമ്മുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷെയർ പ്രൈസ് കൂടി. അപ്പൊ അത് അവർക്ക് ബെനിഫിറ്റ് അല്ലേ? അവർ ആ ഷെയർസ് സെല്ല് ചെയ്താൽ അവർ വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ വാല്യൂ കിട്ടും. സോ അവിടെ അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ലേ? സോ നമ്മുടെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ആയാലും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ആവും. നമ്മൾ ഡിവിഡൻഡ് കൊടുത്താലും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ആവും. സോ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. സോ അങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ആവുക. നമ്മൾ അതിനെ എന്താണ് പറയാറ്? ടോട്ടൽ ഷെയർ ഹോൾഡർ റിട്ടേൺ. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ അല്ലെങ്കിൽ TSR ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. TSR നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിവിഡൻഡ് പ്ലസ് എത്രയാണ് ഷെയർ പ്രൈസിന്റെ ഗ്രോത്ത്. ഇത് രണ്ടും ആണല്ലോ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസ്. സോ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ TSR കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? സിമ്പിൾ ലോജിക് ആണ്. എത്ര റിട്ടേൺസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ട് നോക്കും, ഡിവൈഡഡ് ബൈ അവർ എത്ര രൂപക്കാണ് ഷെയർ പർച്ചേസ് ചെയ്തത്. അപ്പൊ നമുക്ക് അവരുടെ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ എക്സാമ്പിൾ നോക്കാം. ആൻ ഇൻവെസ്റ്റർ പർച്ചേസ്ഡ്
100 ഷെയർസ്. അപ്പോൾ എത്ര ഷെയർസ് ആണ് പർച്ചേസ് ചെയ്ത്? 100 ഷെയർസ് ഇൻ ABC കമ്പനി. 100 ഷെയർസ് പർച്ചേസ് ചെയ്തു. 2010 ബിഗിനിങ്ങിലാണ് പർച്ചേസ് ചെയ്തത്. അറ്റ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് 10 പെർ ഷെയർ. അവർ പർച്ചേസ് ചെയ്യുമ്പോൾ എത്രയായിരുന്നു ഒരു ഷെയറിന്റെ വാല്യൂ? $10 ആയിരുന്നു ഒരു ഷെയറിന്. അങ്ങനെ 100 ഷെയർസ് പർച്ചേസ് ചെയ്തു. ഡ്യൂറിംഗ് ദി ഇയർ ദി ഇൻവെസ്റ്റർ റിസീവ്ഡ് എ ഡിവിഡൻഡ് ഓഫ് 1.2 പെർ ഷെയർ. 10 റുപ്പീസ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്ത ഒരു ഷെയറിന് എത്ര ഡിവിഡൻഡ് കിട്ടി? 1.2 വെച്ചിട്ട് കിട്ടി. സോ 1.2 എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ റിട്ടേൺ അല്ലേ? ആ വർഷം കിട്ടിയ റിട്ടേൺ ആണ്. ഇനി ആ വർഷത്തിന്റെ തന്നെ അവസാനം അറ്റ് ദി എൻഡ് ഓഫ് 2010 ദി ഷെയർസ് ഹാഡ് ആൻ എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് 12.9. അതായത് 2010 തുടക്കത്തിൽ പർച്ചേസ് ചെയ്തപ്പോൾ $10 ആയിരുന്നു. പക്ഷേ 2010 അവസാനമായപ്പോൾ ആ ഷെയറിന്റെ വാല്യൂ എത്രയായി? 12.9 ആയി. അതായത് 10 ഉള്ളത് 12.9 ആയി. 2.9 ഇൻക്രീസ് ചെയ്തു. സോ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടായി എന്നല്ല അർത്ഥം. അപ്പോൾ ടോട്ടൽ ഇവിടെ എന്തൊക്കെ റിട്ടേൺ ഷെയർ ഹോൾഡറിന് കിട്ടി? ഡിവിഡൻഡ് ആയിട്ട് ഒരു 1.2 കിട്ടി, ഒരു 2.9 ഷെയർ പ്രൈസിന്റെ ഇൻക്രീസും കിട്ടി. സോ എത്ര വരും? 2.9 അല്ലെങ്കിൽ 12.9 മൈനസ് 10 എത്രയാണ്? 2.9 തന്നെ. 2.9 പ്ലസ് 1.2 ഇതാണ് നമുക്ക് കിട്ടിയ ടോട്ടൽ. എന്ത് നമുക്ക് കിട്ടിയ ടോട്ടൽ റിട്ടേൺ? നമ്മുടെ ഷെയർ ഹോൾഡറിന് കിട്ടിയ ടോട്ടൽ റിട്ടേൺ. എത്രയാണ് ആൾ ഇൻവെസ്റ്റ് ചെയ്തത്? 10. സോ ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ പെർസെൻറ്റേജ് കിട്ടും. 41% റിട്ടേൺ ആണ് ആൾക്ക് ഉണ്ടായിട്ടുള്ളത്. സോ ഈ 41%നെ നമുക്ക് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ ഇതിൽ 2.9 നമുക്ക് എങ്ങനെ കിട്ടിയ ഗെയിനാ? അതായത് ടോട്ടൽ 41% ഗെയിൻ ഉണ്ട്. ആ 41% നമ്മൾ കണ്ടുപിടിച്ചത് 2.9 ഷെയർ പ്രൈസ് ഗ്രോത്തും 1.2 ഡിവിഡൻഡും. സോ ഈ 2.9 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർ പ്രൈസിന്റെ വാല്യൂ കൂടിയത്. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. അതെത്രയാണ്? 2.9 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ പോരെ? ഇവിടെ 12.9 മൈനസ് 10 നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നുള്ളൂ. അതായത് 2.9 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 29%. അപ്പോൾ ഇത്രയാണ് ക്യാപിറ്റൽ ഗെയിൻ. ഡിവിഡൻഡ് നമുക്ക് എത്ര റിട്ടേൺസ് കിട്ടിയത്? ഡിവിഡൻഡ് ആയിട്ട് കിട്ടിയത് 1.2 ആണ്. സോ 1.2 ഡിവൈഡഡ് ബൈ 10. ഈ 10 എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അതുമല്ലേ നമ്മൾ റിട്ടേൺ കാണുക. സോ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ 12% നമുക്ക് ഡിവിഡൻഡ് ആയിട്ടും കിട്ടി. ഇൻവെസ്റ്റ് ചെയ്തതിന്റെ 29% നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു കോർ ഏരിയയിലോട്ടാണ് പോകുന്നത്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ. നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ബേസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത്? ടൈം വാല്യൂ ഓഫ് മണി കൺസെപ്റ്റ്. നമ്മൾ നേരത്തെ സിലബസ് ഡിസ്കസ് ചെയ്തില്ലേ? അതിൽ ഒട്ടുമിക്ക ഏരിയയിലും നമുക്ക് വേണ്ട ഒരു കൺസെപ്റ്റാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. സോ എന്താണ് ടൈം വാല്യൂ ഓഫ് മണി? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു 10,000 റുപ്പീസ് തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് 10,000 റുപ്പീസ് തരാം. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ 2 ചോയ്സ് വെച്ചു. നിങ്ങൾ ഇതിൽ ഏത് ചോയ്സ് ആവും സ്വീകരിക്കുക? ഇന്ന് നിങ്ങൾക്ക് 10,000 റുപ്പീസ് വേണോ, അതോ ആഫ്റ്റർ 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഈ സെയിം 10,000 തന്നെ ഞാൻ തരും? അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും? എല്ലാവരും ഇന്നത്തെ 10,000 അല്ലേ ചൂസ് ചെയ്യുള്ളൂ. അതെന്തുകൊണ്ടേക്കാരം? അതിനുള്ള ആൻസർ ആണ് നമ്മുടെ ഈ കൺസെപ്റ്റ്. എന്തുകൊണ്ടേക്കാരം? നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് 10,000 റുപ്പീസ് കിട്ടി, നമുക്കത് ഇന്നും പല ആവശ്യങ്ങളും നടക്കും, നമുക്കത് ഇന്ന് കിട്ടുന്നുണ്ട്, കുറച്ചും കൂടെ സേഫ് ആണ്. പക്ഷെ 4 ഇയേഴ്സ് കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ പല സാധനങ്ങളുടെ വില കൂടും. അപ്പൊ നമുക്ക് ഇന്ന് 10,000 റുപ്പീസിന് പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങൾക്ക് 4 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ 10,000 കൊടുത്താൽ മതിയാവൂല, ചിലപ്പോൾ അതിനേക്കാൾ ഒരു കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കാലം പോകുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ട്? നമ്മുടെ പൈസയുടെ വാല്യൂ കുറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയാം. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് എല്ലാ കാലത്തും കോൺസ്റ്റന്റ് അല്ല. അതായത് ഈ 10,000 എന്ന് പറയുന്നത് ഇന്നത്തെ 10,000ഉം 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള 10,000ഉം 40 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള 10,000ഉം 400 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള 10,000ഉം സെയിം ആണെന്ന് പറയാൻ പറ്റൂല. വാല്യൂല് നോക്കുമ്പോൾ അതൊക്കെ 10,000ആ, പക്ഷെ അത് സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ 10,000നും ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള 10,000നും സെയിം 10,000 കൊണ്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റുമോ? ആ സെയിം വാല്യൂ എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അതായത് എ ഡോളർ ടുഡേ ഈസ് വർത്ത് മോർ ദാൻ എ ഡോളർ ടുമോറോ. അതായത് ഇന്നത്തെ ഒരു ഡോളറിനാണ് നാളത്തെ ഒരു ഡോളറിനേക്കാൾ വാല്യൂ. ഓക്കെ, സോ ഇനി വേറൊരു എക്സാമ്പിൾ വേറെ രീതിയിലൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇഫ് സംവൺ ഓഫേഴ്സ് ടു റിട്ടേൺ 950 ഇൻ 1 ഇയർ ഫോർ 950 ടുഡേ. അതായത് നിങ്ങളടുത്ത് ഒരാൾ പറഞ്ഞു ഒരു $950 ആൾക്ക് കൊടുക്കാൻ, അയാൾ 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 958 തിരിച്ചു തരാമെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ അത് സ്വീകരിച്ചു എന്ന് വരില്ല. പക്ഷെ ആള് നമ്മളടുത്ത് പറഞ്ഞു ഇഫ് ദേ ഓഫർ 100 ഇൻ 1 ഇയർ ഫോർ 950 ടുഡേ. അതായത് ഇന്ന് 950 തായോ, ഞാൻ 1 ഇയർ കഴിഞ്ഞിട്ട് അത് 1000 ആയിട്ട് തരാം. 958 തന്നെ തരാറുണ്ടപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു എന്നാൽ 950 തായോ, 1 ഇയർ കഴിഞ്ഞിട്ട് 1000 ആയിട്ട് തരാം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലല്ലേ?
അവിടെ എന്താണ്, കാരണം നമുക്ക് അവിടെ ഒരു ഗെയിൻ ഉണ്ടാവുന്നുണ്ട്, അതായത് ഒരു $50 നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്, അപ്പം നമ്മളത് സ്വീകരിക്കും. ഈ $50 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു 5.26 നമുക്ക് 5.26% റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് എന്തിനൊക്കെ ഉള്ള റിട്ടേൺ ആണ്? കോമ്പൻസേഷൻ ഫോർ ഡിലേഡ് കൺസംഷൻ. അതായത് ആ 950 നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഇന്ന് സ്പെൻഡ് ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ ആൾക്ക് കടം കൊടുക്കുന്നതുകൊണ്ട് നമുക്കത് ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഒരു വർഷം കഴിഞ്ഞിട്ടേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊക്ക് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ പർച്ചേസിങ് പവർ ഒക്കെ കാരണം ചിലപ്പോൾ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടുന്ന സാധനങ്ങളൊന്നും കിട്ടൂല. സോ നമ്മൾ ആ ഡിലേ, നമ്മുടെ കൺസംഷൻ ഡിലേ ചെയ്തതിന് നമുക്ക് കിട്ടുന്ന ഒരു കോമ്പൻസേഷൻ ആണ് അത്. പിന്നെ ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷനും, അതായത് നമുക്കറിയാം ഇൻഫ്ലേഷൻ ഉണ്ട്, ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ട് എന്താണ് നമ്മുടെ പർച്ചേസിങ് പവർ ഒക്കെ എന്ത് ചെയ്യും, അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. സോ എന്താണ്, ആ ഇൻഫ്ലേഷനും കൂടെ ഉള്ള ഒരു കോമ്പൻസേഷൻ ആണ് എന്ത്, ഈ 50 എന്ന് പറയുന്നത്, എക്സ്ട്രാ 50 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ടൈം വാല്യൂ ഓഫ് മണി ആയിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണ്. ഇനി നമുക്ക് എന്താണ്, നമ്മൾ എന്തിനാണ് FM ടൈം വാല്യൂ ഓഫ് മണി പഠിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കീ ഡിസിഷൻ ആണ് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ. ഞാൻ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ ഒരു കീ ഡിസിഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടാവും, ഇതിൽ നിന്ന് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് പിക്ക് ചെയ്യണം. നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ലോങ് ടേം ആണ്. ഈ ലോങ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കുക, എല്ലാ ഇൻവെസ്റ്റ്മെന്റും എടുക്കും, നമുക്ക് ഏതെന്നാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് അതല്ലേ നമ്മൾ നോക്കാം. സോ ഇത് ലോങ് ടേം ആയതുകൊണ്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുക ഇത്ര കിട്ടും എന്നൊക്കെ ഉള്ളത്. സോ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റിന് ഫസ്റ്റ് ഇയറിൽ ഇത്ര കിട്ടും, സെക്കൻഡ് ഇയറിൽ കിട്ടും, തേർഡ് ഇയറിൽ ഇത്ര കിട്ടും, ഫോർത്ത് ഇയറിൽ ഇത്ര കിട്ടും. സോ നമ്മൾ ഒരു ഫ്യൂച്ചർ പീരീഡിലോട്ട് നമ്മൾ ക്യാഷ് ഫ്ലോ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10,000 ആണ് നമുക്ക് ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുക. സെക്കൻഡ് ഇയറിൽ 10,000, തേർഡ് ഇയറിൽ 10,000, ഫോർത്ത് ഇയറിൽ 10,000, ഫിഫ്ത്ത് ഇയറിലും 10,000. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ പ്രൊജക്റ്റിൽ നിന്ന് 50,000 ആണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ പറഞ്ഞ ടൈം വാല്യൂ ഓഫ് മണിയുടെ കൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ഈ എല്ലാ 10,000ഉം ഈക്വൽ അല്ല എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. സോ നമുക്ക് എന്ത് വേണം, അതിൻ്റെയൊക്കെ പ്രസന്റ് വാല്യൂ കാണണം, അതായത് അതിൻ്റെ ഇന്നത്തെ വാല്യൂ എത്ര ആയിരിക്കും. അതായത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള 10,000ന് ഇന്നത്തെ വാല്യൂവിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതല്ലേ നമ്മൾ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കുക. സോ ആ ഇന്നത്തെ വാല്യൂവിനെയാണ് നമ്മൾ പ്രസന്റ് വാല്യൂ എന്ന് പറയാം. സോ നമുക്ക് കുറേ പ്രൊജക്ട്സ് ഇതേപോലെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കറക്റ്റ് വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊജക്റ്റിൻ്റെയും ക്യാഷ് ഫ്ലോ, അതായത് എല്ലാ പ്രൊജക്റ്റിനും ഓരോ വർഷം നമുക്ക് എത്ര കിട്ടും അതിൻ്റെ ക്യാഷ് ഫ്ലോനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ടോട്ടൽ എത്ര പ്രൊജക്റ്റിൽ നിന്ന് കിട്ടും എന്ന് നോക്കും, കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുക. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്, പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ്, ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1+r ഹോൾ റേസ് ടു -n. ഫോർമുല കണ്ടിട്ട് ആരും വിഷമിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യും, ഫോർമുലാസ് ഒക്കെ എക്സാമിന് തരും, നമ്മൾ കാണാണ്ട് പഠിച്ചു പോകേണ്ട ഒരാവശ്യമല്ല. പക്ഷെ ഇതൊക്കെ എന്താ വെച്ചാൽ ഈ ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കാണാണ്ട് പഠിക്കും, കാരണം നമ്മളിതൊക്കെ വെച്ചിട്ട് അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത് ഇപ്പം തന്നെ ഇങ്ങനെ കാണാണ്ട് പഠിക്കണം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഈ ഫോർമുലാസ് ഒക്കെ എന്ത് ചെയ്യും നമുക്ക് എക്സാമിന് അവർ തരും കേട്ടോ. സോ ഇതാണ് നമ്മൾ പ്രസന്റ് വാല്യൂ കാണുക. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ 5th ഇയർ കഴിഞ്ഞിട്ട് കിട്ടുന്ന 10,000, അപ്പോൾ 10,000 ആണ് ഫ്യൂച്ചർ വാല്യൂ, അതായത് അത് 5 ഇയർ കഴിഞ്ഞിട്ടുള്ള വാല്യൂ, അതായത് ഫ്യൂച്ചർ വാല്യൂ. സോ അതിൻ്റെ ഇന്നത്തെ വാല്യൂ കാണണം. അപ്പം ഇങ്ങനെ 1+r, r എന്ന് പറഞ്ഞാലാണ് റേറ്റ് പെർ പീരീഡ്. ഈ ആറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആ വാല്യൂ നഷ്ടപ്പെടുന്നതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അത് ഇൻഫ്ലേഷൻ്റെയും ബാക്കി റിസ്കിൻ്റെ ഒക്കെ കോമ്പണൻസ് വരും, അതിനായിട്ടുള്ള നമ്മളൊരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കും, എത്ര ഇൻഫ്ലേഷൻ ഉണ്ട്, എത്ര റിസ്ക് ഉണ്ട്, അതൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാവും നമ്മൾ ഈ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഈ പെർസെൻറ്റേജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഈ പെർസെൻറ്റേജ് എടുത്തിട്ട് -n എന്ന് പറഞ്ഞാൽ എത്ര പീരീഡ്. അപ്പം നമുക്കറിയാം വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ചിട്ടാണ് പൈസയുടെ വാല്യൂ കുറയുക. സോ എന്താണ്, എന്നും നമ്മൾ എടുക്കണം, എത്ര പീരീഡ് കഴിഞ്ഞിട്ടുള്ള ക്യാഷിൻ്റെ പ്രസന്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ n നമ്പർ ഓഫ് പീരീഡ്സ്. സോ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രസന്റ് വാല്യൂയിലോട്ട് കാണുക. ഇത് പ്രസന്റ് വാല്യൂ ടേബിൾ ആണ്, ഇതും നമുക്ക് എക്സാമിന് തരും കേട്ടോ. ഇത് പ്രസന്റ് വാല്യൂ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ ചെയ്തില്ലേ, 1+r ഹോൾ റേസ് ടു -n, ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് എന്ന് പറയാം. അതായത് ഇപ്പോൾ r ഒരു 3%, n എന്ന് പറയുന്നത് 4 എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ എക്സാമ്പിൾ തന്നെ നോക്കും. r എന്ന് പറയുന്നത് 8%, n എന്ന് പറയുന്നത് 4 ഇയേഴ്സും. അതായത് നമുക്ക് ഒരു പൈസയുടെ 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് അറിയേണ്ടത്. അതിന് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിച്ച സമയത്ത് r വരുന്നത് 8%. സോ ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് r എന്നുള്ളടത്ത് 8%, n എന്നുള്ളടത്ത് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടേബിൾ വെച്ചിട്ട് ഡിസ്കൗണ്ടിങ് ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 8%, 4 ഇയർ, എത്രയാണ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ, 0.7350.
അപ്പൊ നമ്മുടെ ആ ഫ്യൂച്ചർ വാല്യൂ ഇല്ലേ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ 10,000 ആയിരുന്നു ഫ്യൂച്ചർ വാല്യൂ, അതിനെ ഈ 0.7350 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ ഇന്നത്തെ വാല്യൂ കിട്ടും. 8%-ൽ 4 years കഴിഞ്ഞിട്ട് കിട്ടുന്ന 10,000ന്റെ ഇന്നത്തെ വാല്യൂ നമുക്ക് ഡയറക്ട്ലി 10,000 ഇൻറ്റു 0.7350 ചെയ്താൽ കിട്ടും. ഓക്കെ, സോ ഈ ടേബിളും നിങ്ങൾക്ക് എക്സാമിന് ഗിവൺ ആവും. ഓക്കെ, ഇനി പ്രസന്റ് വാല്യൂ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് $1,000 3 years കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഡിസ്കൗണ്ട് റേറ്റ് എത്ര? 10%. സോ ആറായിട്ട് നമ്മൾ എത്ര എടുക്കും? 10 എടുക്കും. സോ എന്താണ് ഇക്വേഷൻ? ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1+r. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1000 ഇൻറ്റു 1+r. 1+r എത്ര? 10%. 10% എന്ന് പറഞ്ഞാൽ 0.1. സോ 1+r എന്ന് പറയുമ്പോൾ 1.1. 1+r ഹോൾ റേസ് ടു -n. -n എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീരീഡ്സ് ആണ്. അപ്പൊ നമുക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടുള്ളതാ വേണ്ടത്? 3 years കഴിഞ്ഞിട്ടുള്ളതല്ലേ. സോ -3. അങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ 10%ന്റെ 3 yearsലുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയും നോക്കാം. സോ എത്രയാണ്? 10% 3 years അല്ലേ. സോ 10% 3 year എന്ന് പറയുമ്പോൾ 0.751. സോ 1000 ഇൻറ്റു 0.751 നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ എത്രയാണ് ആൻസർ? 751. അതായത് 3 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന $1,000 ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 751. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. ഇനി നെറ്റ് പ്രസന്റ് വാല്യൂ. നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈം വാല്യൂ ഓഫ് മണി യൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ മാനേജേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് NPV അല്ലെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ. ഓക്കെ, നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ചൂസ് ചെയ്തു. ആ പ്രോജക്റ്റിൽ നിന്ന് എത്ര ക്യാഷ് ഫ്ലോസ് കിട്ടും, ആ എല്ലാ ക്യാഷ് ഫ്ലോസിനെയും നമ്മൾ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോഴല്ലേ അതിന്റെ കറക്റ്റ് റിട്ടേൺ അറിയുള്ളൂ. സോ അത് വെച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനെയാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? നമ്മുടെ ഒരു പ്രൊജക്ട്, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ പ്രൊജക്ട് റിക്വയർസ് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് $100,000 ആൻഡ് ജനറേറ്റ് ക്യാഷ് ഫ്ലോ ഓവർ 5 years. അതായത് ഒരു പ്രൊജക്ട് ഉണ്ട്, നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നമ്മളൊരു 100,000 ഇൻവെസ്റ്റ് ചെയ്താൽ 5 yearsൽ നമുക്ക് ക്യാഷ് ഫ്ലോ, നമുക്ക് ഇങ്ങോട്ടേക്ക് ക്യാഷ് കിട്ടും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10%, അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്. അപ്പൊ നമ്മൾ ഈ പ്രൊജക്ടിന്റെ NPV കാണണം. സോ നമ്മൾ ഫസ്റ്റ് 100,000 ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമ്മൾ ഇപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അത് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയർ 0, നമ്മൾ ടുഡേ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇയർ 0ൽ 100,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിൽ എത്ര ക്യാഷ് കിട്ടും? ഇങ്ങോട്ടേക്ക് 50,000 കിട്ടും. സെക്കൻഡ് ഇയറിൽ നമുക്ക് 40,000, തേർഡ് ഇയറിൽ 30,000, ഫോർത്ത് ഇയറിൽ 25,000, ഫിഫ്ത്ത് ഇയറിൽ 25,000. അപ്പൊ നമ്മൾ ഇയർ 0ൽ, അതായത് ഇന്നൊരു 100,000 ഇൻവെസ്റ്റ് ചെയ്താൽ 5 years കൊണ്ട് നമുക്ക് ഇത്രയും ക്യാഷ് ഫ്ലോസ് കിട്ടും. സോ ഇത് സിമ്പിൾ ആയിട്ട് ടോട്ടൽ ചെയ്താലാണ് നമുക്ക് ഇതിൽ റിട്ടേൺ കിട്ടുക എന്ന് ഇനി നിങ്ങൾ പറയരുത്. നമുക്ക് എന്താ വേണ്ടത്? ഇതിന്റെയൊക്കെ പ്രസന്റ് വാല്യൂ വേണം. അത് ടോട്ടൽ ചെയ്താലാണ് നമുക്ക് ഇതിന് എത്ര റിട്ടേൺസ് കിട്ടും എന്നുള്ളത് അറിയാം. സോ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 10% ആണ്, ഇയേഴ്സും ഉണ്ട് നമുക്ക്. സോ ഇയർ 0ൽ എന്താണ്? ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉണ്ടാവില്ല, 1 തന്നെയാണ്. കാരണം ഇന്നത്തെ 100,000ന്റെ വാല്യൂ എന്ന് പറയുന്നത് 100,000 തന്നെയല്ലേ. സോ ഇയർ 0ൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ 1. ഇയർ 1ൽ എത്ര വരിക? 10% അല്ലേ. സോ ഇയർ 1ൽ 10% എത്ര? 0.909. നിങ്ങൾ ത്രീ പ്ലേസസ് എടുത്താൽ മതി കേട്ടോ കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത്. സോ 0.909. ഓക്കെ, സോ ഇയർ 1ൽ എത്ര? 0.901. അതേപോലെ ഇയർ 2ൻ്റെതും ഇയർ 3, 4, 5 ഇതൊക്കെ അവിടെ നിന്ന് എടുക്കാം. ഇയർ 5 0.621 എന്നല്ലേ നമുക്ക് നോക്കാം. ഇയർ 5 0.6209, അതായത് 0.621. ഓക്കെ, സോ ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പ്രസന്റ് വാല്യൂ കിട്ടും. സോ ഇയർ 0ന്റെ പ്രസന്റ് വാല്യൂ 100,000 തന്നെയാണ്. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്, അതാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50,000 കിട്ടും. പക്ഷെ 10%ൽ അതിന്റെ പ്രസന്റ് വാല്യൂ എത്രയുള്ളൂ? 45,450 ഉള്ളൂ, അല്ലാണ്ട് 50 ഇല്ല. ഇനി 40,000ന്റെ വാല്യൂ, പ്രസന്റ് വാല്യൂ 33,040. 30,000ന്റെ പ്രസന്റ് വാല്യൂ 22,530. 25,000ന്റെ പ്രസന്റ് വാല്യൂ 70,075. 25,000ന്റെ ഫിഫ്ത്ത് ഇയർത്തെ പ്രസന്റ് വാല്യൂ 15,525. ഇവിടെ നോക്ക്, സെയിം 25,000 തന്നെയാണ്. പക്ഷെ ഫോർത്ത് ഇയറിൽ അതിന്റെ പ്രസന്റ് വാല്യൂ 17,000 സംതിങ് ഉണ്ട്. പക്ഷെ പിന്നെ ഒരു വർഷം കഴിയുന്ന സമയത്ത് വീണ്ടും കുറഞ്ഞു അല്ലേ. അപ്പൊ ഇതൊക്കെ കൂടെ നമുക്ക് സം ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 33,620. സോ ഈ പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 33,620 ആണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക. അപ്പൊ ഇത് നല്ലതല്ലേ? നമുക്ക് ഇത്രയും പൈസ റിട്ടേൺ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇത്രയും ഇൻക്രീസ് ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ NPV എന്ന് പറയാം. NPV യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഫൈനാൻഷ്യൽ മാനേജേഴ്സ് ഡിസിഷൻ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ NPV 0 ആണ് കിട്ടിയിരുന്നതെന്ന് വിചാരിക്കാം.
ഇതൊക്കെ നമ്മൾ സം ചെയ്ത സമയത്ത് 0 വന്നു. 0 വന്നാൽ എന്താ അർത്ഥം? നമ്മൾ 100,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് 100,000 ആണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തന്നെയാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. സോ റിട്ടേൺസ് എന്ന് പറയുന്നത് അപ്പോൾ 0 ആണ്. NPV 0 ആയ റിട്ടേൺസ് 0 ആണെന്ന് അർത്ഥം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂടുന്നുമില്ല കുറയുന്നുമില്ല. നമ്മൾ വെറുതെ ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സമയം കളയണോ? വേണ്ട. ഇനി നെഗറ്റീവ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 100,000 പോലും നമുക്ക് കിട്ടുന്നില്ല. അതാണ് നെഗറ്റീവ് ആണെങ്കിലുള്ള അർത്ഥം. സോ NPV യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കാം? പോസിറ്റീവ് NPV ആണെങ്കിൽ അക്സെപ്റ്റ് ദി പ്രൊജക്ട്. ആ പ്രൊജക്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, കാരണം അത്രയും വാല്യൂ ആണ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ സിമ്പിളായിട്ട് പ്രൊജക്ട് റിജക്ട് ചെയ്യാം. ഇനി 0 NPV ആണെങ്കിൽ ന്യൂട്രൽ ആണ്, കാരണം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ഇത്രയാണ് NPV എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കുറച്ച് ബേസിക്സ് നോക്കി, ടൈം വാല്യൂ ഓഫ് മണി കോർ കൺസെപ്റ്റ് നോക്കി, ടൈം വാല്യൂ ഓഫ് മണി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ടൂളിൽ എങ്ങനെ യൂസ് ചെയ്യും, NPV, ഇതൊക്കെ നമ്മുടെ സിലബസിന്റെ കോർ ഏരിയാസ് ആട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗമാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു ആൾ എൻജോയ് ദ ക്ലാസ്. താങ്ക് യു.